ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ വിശേഷമാണ് ഞാനിന്നിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയത് ഒറോട്ടിയാണ്. ഞങ്ങളെ വടകര സ്പെഷ്യൽ ഒറോട്ടിയും അതേപോലെ തന്നെ കൽമാസാണ്, ചിക്കൻ വെച്ചിട്ടൊരു കൽമാസ്. അതുപോലെ തന്നെ കുനാഫൻ്റെ ഒരു അടിപൊളി ഡിഷും കൂടെ മധുരമാണ് കാണിക്കുന്നത്. പിന്നെ ഫ്രൂട്ട് ചാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു മലബാർ ചിക്കൻ കറിയും അതേപോലെ തന്നെ ലസ്സി, സ്ട്രോബെറി ലസ്സിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് നോക്കാം അതൊക്കെ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മൾ ആ കുനാഫൻ്റെ സ്വീറ്റാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഇനി ഞാനൊരു പാത്രത്തിലേക്ക് റവയാണ് ഇടുന്നത്. ഒരു 6 ടേബിൾ സ്പൂൺ റവയാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് കേട്ടോ. 6 ടേബിൾ സ്പൂണിന് 2 കപ്പ് പാൽ എന്നുള്ള, 1 കപ്പ് പാലിന് 3 ടേബിൾ സ്പൂൺ റവ എന്നുള്ള കണക്കിലെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 6 ടേബിൾ സ്പൂൺ റവയും 2 കപ്പ് പാലും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ പഞ്ചസാര ചേർക്കണമെങ്കിൽ അങ്ങനെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് മിൽക്ക് മെയ്ഡോടെ സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ട് അത് ചേർത്തുന്നേ ഉള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മിൽക്ക് മെയ്ഡ് ആയതുകൊണ്ടാണ് ഒന്ന് കട്ടായിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വെനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുമ്പോൾ കൈ എടുക്കാണ്ട് ഇളക്കിയും കൊണ്ടുവെക്കണം. റവയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട ഇതായി പോകും. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കുറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറുകിയിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഒരു വിട്ട് വരുന്നൊരു പാകമാവും. ആ ഒരു പാകം വരെയാണ് നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വിട്ട് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്കിങ്ങനെ വിട്ട് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുക, ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുറുകി നല്ല സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കുറച്ച് സ്പീഡാണെന്ന് പറഞ്ഞിരുന്നു, ഇതിപ്പോൾ ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് ഇങ്ങനെ ഒരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഗ്ലാസിൻ്റെ അങ്ങനത്തെ സ്ക്വയർ ഷേപ്പ് പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തത്. എന്നിട്ട് അതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ ഗ്ലാസിൻ്റെ പാത്രമാണ് എടുക്കണമെങ്കിൽ ചൂടോടുകൂടി തന്നെ ഒഴിച്ച് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഈ ഒരു പാത്രം ആയതുകൊണ്ടാണ് ഈ കുറച്ച് ചൂടാറിയതിൻ്റെ ശേഷം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചൂടാറിയപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് കട്ടിയാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ ഇട്ടതിൻ്റെ ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെവൽ ചെയ്യാൻ എടുക്കുന്ന നിങ്ങളെ സ്പൂണോ ഗ്ലാസ്സോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് എണ്ണ പരട്ടി കൊടുക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റണം, ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്നത് ഒറോട്ടി ഉണ്ടാക്കാനുള്ള അരി പൊതിർത്തണം. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാനിവിടെ അരി പൊതിർത്താൻ വേണ്ടി എടുക്കുന്നത് ഇങ്ങനത്തെ അരിയാണ്. മന്തി ഉണ്ടാക്കുന്ന, നമ്മളെ കപ്സ ഉണ്ടാക്കുന്ന അരി. ഇവിടുത്തെ ബ്രാൻഡ് എന്ന് പറയുന്നത് വലീമ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഞാൻ വാങ്ങിക്കൽ കേട്ടോ. വലീമ ബ്രാൻഡ്, വലീമ സെല്ല ബസ്മതി റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ പുഴുങ്ങലരി, അതാണ് ഞാൻ പൊതിർത്താൻ എടുക്കൽ. അപ്പോൾ അത് ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ പൊതിർത്തി വെച്ചതാണിത്. ഇന്നലെ രാത്രി തന്നെ ഞാൻ പൊതിർത്തി വെച്ചതാണ്. ഇപ്പോൾ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പാകം തന്നെ ഞാൻ കാണിച്ചു തരാം. അരി ഇങ്ങനെ പൊതിർന്നു പോകാൻ പാടില്ല. ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ അത് അരിയായിട്ട് തന്നെ അങ്ങനെ നമുക്ക് നിൽക്കണം. അതാണ് പാകം എന്ന് പറയുന്നത്. അരി വല്ലാണ്ട് കുതിർന്നു പോകാൻ പാടില്ല. ഈ ഒരു പാകത്തിൽ നല്ലോണം തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അരി അങ്ങ് ഇട്ടിട്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ ഇതിന് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 കപ്പ് അരിയാണ് പൊതിർത്തിയത് കേട്ടോ. 2 കപ്പ് അരിയാണ് പൊതിർത്തിയെടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു 3/4 ഭാഗം ഞാൻ ഒറ്റ ട്രിപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരിക. ഇത് നന്നായിട്ട് നല്ല മഷി പോലെ തന്നെ അരച്ച് കൊണ്ടുവരണം കേട്ടോ. ഇത് ഒറോട്ടിക്കുള്ളതാണ്. അപ്പോൾ ഞാൻ ആ പുഴുങ്ങലരി നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ വലിയൊരു ബൗളിലേക്ക് മാറ്റിയാണ് കേട്ടോ. പരന്നിട്ടുള്ള പാത്രം എടുക്കുക, കുഴയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള അരി ഉണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം ബാക്കി കേട്ടോ. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ 2 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. 2 കൈപ്പിടി, 1 ടീസ്പൂൺ നല്ല ജീരകവും, അതുപോലെ 3-4 ചെറിയ പീസ് പട്ട, പിന്നെ ഒരു ചെറിയ ഗ്രാമ്പു, 4 ചെറിയ ഉള്ളി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അത് ഈ അരിൻ്റെ കൂടത്ത് തന്നെ ഇട്ടിട്ട് അരച്ചെടുക്കണം. ഇതെന്തിനാണെന്നുള്ള വെച്ചാൽ നമ്മൾ കൽമാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അരിപ്പൊടി വെച്ചിട്ടൊന്നല്ല നമ്മൾ കൽമാസ് ഉണ്ടാക്കുക, ഇങ്ങനെയാണ് ഉണ്ടാക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നല്ലോണം അരച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇതങ്ങനെ ഭയങ്കര നൈസായിട്ട് അരിയൊന്നും വേണ്ട, എന്നാലും അത്യാവശ്യം നല്ലോണം തന്നെ അരയണം. ഇപ്പോൾ ഞാൻ അരച്ചിട്ട് അത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ വേറെ കൽമാസിനുള്ളത് മാറ്റി വെക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്, ഇതിലും ഞാനിപ്പോൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും അവിടെ മൂടി വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, നമ്മളെ റവൻ്റെ മാവ്, അതിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ നല്ലോണം ഉറച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിടണം കേട്ടോ. ഇതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ തിരിച്ചിട്ടാൽ തന്നെ ഒരു പ്രയാസമില്ല, അത് താനേ അങ്ങ് വന്ന് വീണോളൂ കേട്ടോ. ഈസി ആയിട്ട് വരും. അപ്പോൾ ഇത് കണ്ടില്ലേ.
അപ്പോൾ അതാ ഞാനിപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ സെറ്റാക്കിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു തടിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ആദ്യം നീളത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ തടി ഒന്ന് കുറച്ചെടുക്കണം. ഇത്ര തടി നമുക്ക് വേണ്ട, അപ്പോൾ അതും ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മുറിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡിഷാണിത്. നമ്മൾ ഡെസേർട്ടായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന സ്നാക്കുമാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു തടി വേണ്ട, ഇതിൻ്റെ നടുവ് കൂടെ ഞാൻ ഒന്നും കൂടെ മുറിച്ചെടുക്കുകയാണ്. ഇങ്ങനെയാണ് വേണ്ടി. ഇത്ര നമുക്ക് തടിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു തടി മതി നമുക്ക്. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ 2 പീസായിട്ട് മുറിച്ചെടുക്കുക. പിന്നെ ഇത് നല്ല കുനാഫൻ്റെ സ്പെഷ്യലാണ്. കുനാഫൻ്റെ കടയിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഈ ഒരു സ്വീറ്റ് എന്ന് പറയുന്നത് അറബിക് സ്പെഷ്യലാണ്. അപ്പോൾ അത് ഞാൻ മൊത്തം മുറിച്ച് വെച്ചതാണിത് കേട്ടോ. ഇപ്പോൾ ഇനി അതവിടെ മാറ്റി വെക്കുക. ഇനി അതിനുള്ള കോട്ടിങ്ങാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് മെയിൻ സാധനം എന്ന് പറയുന്നത് കുനാഫ തന്നെയാണ്. ഇതിപ്പോൾ റെഡിമെയ്ഡ് കുനാഫ ഞാൻ വാങ്ങിയിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് കുനാഫാണ് ഇപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഹോം മെയ്ഡ് വേണമെങ്കിൽ എൻ്റെ പഴയ വീഡിയോയിലുണ്ട്, അത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് അതിലൊന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു കുനാഫ ഒന്ന് ശരിക്കും നമ്മൾ ആ ഒരു ബട്ടർ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഈ ഒരു ബട്ടർ എല്ലായിടത്തും ആവുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു കുനാഫൻ്റെ ഡോ ഇനിയും വേണമെങ്കിൽ ഇനി എടുക്കേണ്ടി വരും കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ വേണ്ടിയത് ഒരു മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്ലേവറിന് കുറച്ച് വെനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒത്തൻറ്റിക് ആയിട്ടുള്ള ഈ ഒരു അറബിക് ഡിഷിൻ്റെ ഇതിൽ നമ്മൾ വെനില അല്ല കേട്ടോ ഇടുക, ഒരു റോസ് വാട്ടറാണ് ഒഴിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഉപ്പ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ബൗളിൽ കുറച്ച് കോൺഫ്ലവറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ പീസ് അതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ആദ്യം ഒന്ന് കോൺഫ്ലവർ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രാ വരുന്നത് നല്ലോണം തട്ടിക്കുടഞ്ഞ് പോക്കണം കേട്ടോ. അതിമേൽ തീരെ പൊടിയമേൽ നിൽക്കരുത്. അതിമേൽ ആ ഒരു അത്യാവശ്യത്തിനുള്ളത് മാത്രം മതി. എന്നിട്ട് അത് മുട്ടയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് അതും കൊണ്ട് കോരിയെടുത്തിട്ട് നമ്മളെ കുനാഫേൻ്റെ ഡോയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കുനാഫയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം ആ ഒരു കുനാഫൻ്റെ അത് അതിൻ്റെ മേലെയും തിരിച്ചും സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഒരു കൈമേൽ ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഒരു കൈ വെച്ചിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ടൊന്നിങ്ങനെ പിടിച്ച് 2 കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. എന്നാലാണ് കറക്റ്റായി കിട്ടുക കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തിലാണ് ഇത് വേണ്ടിയത്. നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ഈ ഒരു കുനാഫൻ്റെ ഡോ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് കണ്ടില്ലേ, ഇതുപോലെ ഇപ്പോൾ മൊത്തത്തിൽ നമ്മളൊന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ 4 എണ്ണമാണ് ഞാനിപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയത്. അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കുനാഫൻ്റെ ബോക്സിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇനി ഫ്രീസറിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. എപ്പോൾ വേണമെങ്കിലും എടുത്ത് പൊരിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. ബാക്കി 4 എണ്ണം നമുക്കിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൽമാസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള അരി അരച്ച മാവാണിത്. ഇതിലേക്ക് ഇനി അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി എന്ന് പറയുന്നത് ഇതും പുഴുങ്ങലരിൻ്റെ പൊടിയാണ്, നമ്മളെ ഒറോട്ടിപ്പൊടി എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. പുഴുങ്ങലരിൻ്റെ വെള്ളക്കുറുവ അരി ഞാൻ വാങ്ങിച്ചിട്ട് കഴുകി മില്ലിൽ കൊടുത്തയച്ച് പൊടിപ്പിച്ചിട്ട് കൊണ്ടുവരുന്ന പൊടിയാണിത്. അപ്പോൾ ആ പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ഒറോട്ടിയിലോ അല്ലെങ്കിൽ കൽമാസിലോ നമ്മൾ പച്ചരിപ്പൊടി യൂസ് ചെയ്യേ ഇല്ല കേട്ടോ. ഇത് മാത്രമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഒരു പൊടി ഇടുന്നതിന് അളവൊന്നും പറയാൻ കഴിയില്ല. കുഴച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു പാകത്തിൽ കേട്ടോ. വല്ലാണ്ട് അങ്ങ് ഹാർഡായിട്ട് കുഴച്ചെടുക്കരുത്. ഇങ്ങനെ ഈ ഒരു പാകത്തിലാണ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇത് കൈയൊക്കെ ഒന്ന് കഴുകി വന്നു കഴിഞ്ഞാൽ ഇതൊട്ടൊന്നുമില്ല. അപ്പോൾ അത് കണ്ടില്ല, ഇപ്പോൾ ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. അപ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് എടുക്കരുത്. ഈ ഒരു പാകത്തിൽ കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു കൽമാസിൽ എടുക്കേണ്ട ഒരു മസാല എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഇവിടെ സ്റ്റോക്കുള്ള കുറച്ച് മസാല ഉണ്ട് ചിക്കൻ്റെ. ഇത് ഞാൻ എൻ്റെ പഴയ വീഡിയോ 3-4 ദിവസം മുന്നേ ഞാനിട്ട ബ്രെഡ് വെച്ചിട്ട് സമോസ ഉണ്ടാക്കുന്ന ഒരു ഇഫ്താർ സ്നാക്ക് കാണിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. അന്ന് ഉണ്ടാക്കിയ മസാലയാണിത്. അപ്പോൾ ഈ ഒരു മസാല വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ മസാലയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിന് പകരം മീനിൻ്റെ മസാല, മുട്ട മസാല, ഇറച്ചി മസാല എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കൽമാസിൽ. അപ്പോൾ ഞാനൊരു സ്റ്റീമർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു തട്ട് ഇറക്കി വെക്കുന്നുണ്ട്. ഇതിൻ്റെ മേലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതും ഇതേപോലെ തന്നെ സ്റ്റീമറിൽ വെക്കുന്ന തട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോയിൽ അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലാണ് നമ്മളിനിപ്പോൾ കൽമാസ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അത് ഞാൻ കയ്യിലൊന്ന് ഓയിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ ഉരുള മാവ് എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് നമ്മൾ ഉന്നക്കായൻ്റെ ഷേപ്പിലാണ് കൽമാസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പുറത്ത് വരുന്ന ഈ ഒരു അരി കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടാവണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് ആവിയിൽ പുഴുങ്ങണ സമയത്ത് ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ തന്നെ പുറമുള്ളത് ഉണ്ടാവണം. അപ്പോൾ കുറച്ച് ഫില്ലിങ്ങിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടിത് ഉന്നക്കായൻ്റെ ഷേപ്പിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാനതാ പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ചിക്കന് പകരം നിങ്ങൾക്ക് മുട്ടൻ്റെ മസാല വെച്ചിട്ട് അത് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ചെമ്മീൻ വെച്ചിട്ട് മസാല ഉണ്ടാക്കിയിട്ട് അത് ചെയ്യാം. അതുപോലെ തന്നെ സമൂസക്കും
മറ്റേ കൊയ്യടക്കൊക്കെ ഉണ്ടാക്കുന്ന ബീഫ് വെച്ചിട്ടുള്ള മസാല ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കാം കേട്ടോ. എന്ത് വെച്ചാലും ടേസ്റ്റ് തന്നെയാണ്. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കൽമാസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമുക്ക് വടകര ഭാഗത്തുള്ള നമ്മളെ ഒരു കല്ലുമുക്കായി നിറച്ച് പൊരിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് ഈ ഒരു കൽമാസിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് നമ്മളെ ഫസ്റ്റ് കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു 6 കൽമാസാണ് ഞാനിപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 6 ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സ്റ്റീമറിൻ്റെ തട്ടിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് 6 ഞാൻ ഈ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനി നമ്മൾ സ്റ്റീം ചെയ്തെടുക്കേണ്ടത് ഒരു 15 മിനിറ്റ് മാക്സിമം ആണ് കേട്ടോ. മാക്സിമം 15 മിനിറ്റ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ തീ ഓഫ് ചെയ്ത് അപ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും. അപ്പോൾ ഞാനത് സ്റ്റീമറിലേക്ക് വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് അതങ്ങ് ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഒറോട്ടിൻ്റെ പൊടി നോക്കാം. അപ്പോൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒറോട്ടിൻ്റെ മാവാണിത്, അരി. അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അരിപ്പൊടി ഉണ്ടല്ലോ, ഒറോട്ടിപ്പൊടി, പുഴുങ്ങലരിൻ്റെ പൊടി, അതിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിൽ ഞാൻ ഉപ്പ് നേരത്തെ തന്നെ ഇട്ടതാണ്. ഞാൻ അരയ്ക്കുമ്പോൾ ഉപ്പിട്ട് അരച്ച് വെച്ചതാണ് കേട്ടോ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ലൂസായിട്ട്, ഭയങ്കര ടൈറ്റായിട്ട് കുഴക്കരുത്. ഈ ഒരു ലൂസിൽ കുഴച്ചെടുക്കണം, എന്നാലാണ് ഒറോട്ടി നന്നാവുള്ളൂ കേട്ടോ. ഈ ഒരു ലൂസിൽ കൈ കഴുകിയാൽ പിന്നെ ഒട്ടൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ ഒറോട്ടിക്കുള്ള പൊടി ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് കണ്ടില്ല. ഇനി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി അടുത്തത് ഞാൻ കല്ല് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, പത്തിരിക്കല്ല്. ഇനിയിപ്പോൾ നമ്മൾ ഒറോട്ടി ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ്. കയ്യിലൊന്ന് ഓയിലൊന്ന് ആക്കിയതിന് ശേഷം ഓരോ ഉരുളെടുത്തിട്ട് നമുക്കിതൊന്ന് കല്ലിലിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കല്ലിൽ തന്നെ ഡയറക്റ്റ് നമ്മൾ കൈ കൊണ്ട് പരത്തുകയാണ് ചെയ്യുക. അപ്പം കവർ വെച്ച് പരത്തുന്നവർക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ പരത്തുന്നവർക്ക് അങ്ങനെ പരത്താം. നമ്മൾ വളരെയൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുക്കുക. ചൂടായ തവയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 4 ഇതിപ്പം വലിയ ഇതായതുകൊണ്ട് ഒരു 4-5 ഒക്കെ ഒന്നിച്ച് പോവും. ഞാനിപ്പോൾ ഒരു 4-5 ഒക്കെ ഒന്നിച്ചാണ് ചുട്ടെടുക്കൽ കേട്ടോ. അപ്പം നോമ്പായതുകൊണ്ട് ഈ ഒരു പത്തിരി അല്ലെങ്കിൽ നമ്മളെ പത്തിരി എന്ന് പറഞ്ഞാൽ നമ്മളെ പൊടിപ്പത്തിരി എന്ന് പറയുന്നത്, നമ്മളെ നൈസ് പത്തിരി എന്ന് പറയുന്നത് അത്. ഇത് രണ്ടുമാണ് ഉണ്ടാക്കൽ. ഇപ്പോൾ നമ്മൾ 2 ആളായതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പത്തിരിയൊന്നും വേണ്ടാന്ന് പറയുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ആക്കല്ലേ. ഇതിപ്പോൾ 3ാമത്തെ നോമ്പാണ്. ഞാനിപ്പോൾ ഇന്നാണ് ഇപ്പോൾ പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഒരു ഭാഗം ഒന്ന് ഇതായാലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് എന്നിട്ട് 2ാമത്തെ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് വേവിപ്പിച്ചെടുക്കുക. എന്നാലാണ് ഇത് നല്ലോണം ഒന്ന് പൊള്ളി വരും കേട്ടോ. ആദ്യത്തെ മറിച്ചിട്ടിൽ വേഗം മറിച്ചിടുക. എന്നിട്ട് 2ാമത്തേത് ഒന്നായി കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നൈസ് പത്തിരിയൊക്കെ പോലെ തന്നെയാണ്, നന്നായിട്ട് പൊള്ളി വരും. നന്നായിട്ട് പൊള്ളി കഴിഞ്ഞാലാണ് നമ്മളത് എടുത്ത് മാറ്റുക. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ടിഷ്യൂവിൻ്റെ ഒരു പേപ്പർ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൊള്ളിക്കോളും. അപ്പോൾ അന്നേരമാണിത് നല്ലോണം വെന്തും കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടല്ലോ ഈ ഒരു ഇത് ഒറോട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കറികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് തിന്നാൻ പറ്റുന്ന, നോമ്പിനും എല്ലാത്തപ്പൊക്കെ തിന്നാൻ പറ്റുന്ന നല്ലതാണ്. അപ്പോൾ അത് ഞാൻ 2 പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. അടുത്തും അതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പൊള്ളി വരും. അപ്പോൾ അത് കണ്ടില്ലേ. അപ്പോൾ അതാ ഞാൻ ഈ ഒറോട്ടി ഇപ്പോൾ ഏകദേശം ഇതായിട്ടോ. ഇപ്പോൾ അത് ഫുള്ള് പരത്തി ചുട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് കൽമാസ് പൊരിച്ചെടുക്കുകയും ചെയ്യാം. അതിൻ്റെ മുന്നേ ഞാനൊരു ഫ്രൂട്ട് ചാട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് നമ്മളെ റൊട്ടി റെഡിയായി. ഇനിയിപ്പോൾ ഫ്രൂട്ട് ചാട്ടിന് ഞാനൊരു മാങ്ങ, അതുപോലെ തന്നെ ഒരു ഗ്രീൻ ആപ്പിൾ, ഒരു റെഡ് ആപ്പിൾ, അതുപോലെ തന്നെ 2 ഓറഞ്ച്, ഇത്രയും സാധനങ്ങൾ ഞാൻ ചെറുതാക്കി മുറിച്ച് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഫ്രൂട്ട് ചാട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതാണ്. അപ്പോൾ അത് ഫ്രൂട്ട് ചാട്ട് അസ്ലങ്കാരന് ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും ചെറുതാക്കി മുറിച്ച് വെച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ നട്ട്സ് വേണമെന്നുള്ളത് ഇടാം കേട്ടോ. പിന്നെ ഞാൻ മഞ്ഞ കിസ്മിസാണ് ഇടുന്നത്. അത് ഇതിൻ്റെ കൂടെ ഫ്രൂട്ട്സിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്, മഞ്ഞ എണ്ണ ഇടണേ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റാണ് നമ്മൾ ഫ്രൂട്ട് ചാട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ചാട്ട് മസാല എന്ന് പറഞ്ഞിട്ടൊരു മസാല വാങ്ങിക്കാൻ കിട്ടും, അതാണ് ഫ്രൂട്ട് ചാട്ടിൻ്റെ പൊടി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ചാട്ട് മസാല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും, ഫ്രൂട്ട്സിൽ ചേർക്കുന്ന മസാലയാണിത്. അപ്പോൾ അത് ഞാൻ ഒരു 1.5 ടീസ്പൂണാണ് ഇടുന്നത്. ചെറിയ സ്പൂണാണ് ഇട്ടത്. ഇങ്ങനത്തെ ഒരു 1.5 ടീസ്പൂണ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ലൊരു ടേസ്റ്റാണ്, ചാട്ടിൻ്റെ ടേസ്റ്റാണ് ഇനി വരിക. കുറച്ച് എരിവുണ്ടാവും, നല്ല പുളി ഉണ്ടാവും, മധുരം ഉണ്ടാവും, എല്ലാം കൂടെ ഉള്ളൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫ്രൂട്ട് ചാട്ട്. അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ കൽമാസ് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഈ ഒരു കളർ കണ്ടിട്ട് എനിക്ക് കമൻറ്റ് വന്നിരുന്നു ഇതെന്താണ് ഇങ്ങനത്തെ കളർ എന്നുള്ള. ഹിമാലയൻ സോൾട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചൊന്ന് ലൂസായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മളെ കൽമാസ് ഓരോന്നിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ കൽമാസും നല്ലോണം ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഇത് പൊരിക്കാവും കേട്ടോ. ഓരോന്നും അതിൽ മസാലയിൽ മുക്കിയിട്ട് ഇതിൽ ഓരോന്നും ഇങ്ങനെ പൊരിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ശരിക്കും നമ്മളെ ഒരു കല്ലുമ്മക്കായിൻ്റെ ടേസ്റ്റാണ് ശരിക്കും ഉണ്ടാവുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നോമ്പിനൊക്കെ നമുക്കൊരു റാഹത്തായിട്ട് തിന്നാൻ പറ്റുന്നൊരു സ്നാക്കാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്.
ഞാൻ പറഞ്ഞല്ലോ ഫില്ലിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു ഭാഗം ഒന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് കോരി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടല്ലോ, കൽമാസ് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കുനാഫാണ് പൊരിച്ചെടുക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച 4 എണ്ണാണിത്. അപ്പോൾ അതൊന്ന് ചെറിയ തീയിലാണ് പൊരിച്ചെടുക്കേണ്ടത്. ഞാൻ ഇതിൻ്റെ കത്തഫി ചിക്കൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഡോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് പൊരിച്ചെടുക്കാവൂ കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഒന്നായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗവും തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് 2 ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. നല്ലൊരു കളറായി കഴിഞ്ഞാൽ കോരിയാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡിഷ്. നിങ്ങൾ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതാ ഫസ്റ്റത്തെ 2 എണ്ണം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ തീയിൽ പൊരിക്കാനും മറന്നു പോകരുതേ. അപ്പോൾ അത് രണ്ടാമത്തും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ഭാഗവും തിരിച്ചും മറിച്ച് വിട്ടിട്ടുണ്ട്. അതും ഇനിയിപ്പോൾ ഒന്ന് നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിവിടെ കഴിഞ്ഞിട്ടില്ല, ഈ സ്നാക്ക് ഇവിടെ റെഡി ആയില്ല കേട്ടോ. ഇനിയും കുറച്ച് പണികൾ ബാക്കിയുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്താണ് ചെയ്യാന്നുള്ളത് കേട്ടോ. ഇതിങ്ങനെ കോരി മാറ്റിയതിന് ശേഷം ഇനിയും പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ അത് കണ്ടില്ല, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പിസ്താഷ്യോ, നമ്മളെ കുറച്ച് പിസ്ത ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചതുണ്ട്, അതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കുക. നമ്മൾ കുനാഫൻ്റെ സെയിം തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ 4ലും ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിസ്താഷ്യോ. ഇനി വേണ്ടിയത് നമ്മളെ ഷുഗർ സിറപ്പ്, അത് ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചതുണ്ട് ഇവിടെ. ഷുഗർ സിറപ്പൊന്നും ഞാനിപ്പോൾ കാണിക്കേണ്ടിയില്ലല്ലോ, കുറച്ച് പഞ്ചസാരയും വെള്ളവും കൂടെ പതപ്പിച്ച് കുറുക്കിയെടുത്തതാണത്. അപ്പോൾ അത് കുറേശ്ശെ ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നിറച്ച് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് ഇത് കുടുക്കി വിട്ടോ, അത് കാണൂല, നല്ലോണം ഒഴിച്ച് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ കഴിക്കുന്നത് കാണിച്ചു തരാൻ കഴിയാത്തതുകൊണ്ട് കഴിക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുത്തതാണിത്. ഇതാണ് കേട്ടോ ആ സാധനം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു ഇതും നമ്മളെ 2 സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ജ്യൂസാണ് ഞാൻ കാണിക്കുന്നത്. ജ്യൂസ് ഞാനിന്ന് ലസ്സിയാണ് ഉണ്ടാക്കുന്നത്. സ്ട്രോബെറി വെച്ചിട്ടൊരു ലസ്സിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഫ്രോസൺ സ്ട്രോബെറിയാണ്. അപ്പോൾ ആ സ്ട്രോബെറി ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ റമദാൻ മാസത്തിൽ നമുക്ക് പാലിനെക്കാട്ടും നല്ലത് തൈര് വെച്ചിട്ടുണ്ടാക്കുന്നത് തന്നെയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല കട്ട തൈരാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പുളി കുറഞ്ഞ തൈര് ഉപയോഗിക്കാൻ വേണ്ടി നോക്കണേ. അപ്പോൾ തൈര് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം, നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടിയെന്ന് വെച്ചാൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം നിങ്ങൾക്ക് തണുത്ത വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരിക. അപ്പോൾ അതാ നമ്മളെ ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്, സ്ട്രോബെറി ലസ്സി. അപ്പോൾ അതാ നമ്മളെ സ്ട്രോബെറി ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്നത് മലബാർ ചിക്കൻ കറിയാണിത്. ഒറോട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ കറിയാണ്. ഈ ഒരു കറീൻ്റെ റെസിപ്പി ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നോമ്പിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു മലബാർ ചിക്കൻ കറിയാണിത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അടുത്ത വീഡിയോയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സ്ട്രോബെറി ഈ ലസ്സി ഞാനൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2 ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എല്ലാ സ്പെഷ്യലും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനതൊന്ന് ടേബിളിലേക്ക് മാറ്റാണ്. ഇപ്പോൾ ഇതാ ഞാനെല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഒറോട്ടി കണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഒറോട്ടിയാണ്. അതുപോലെ തന്നെ കൽമാസ്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുനാഫ, അത് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ അടിപൊളി ഫ്രൂട്ട് ചാട്ട്, നമ്മളെ ചാട്ട് മസാല വെച്ചിട്ടുള്ള, പിന്നെ ചിക്കൻ മലബാറി കറി, പിന്നെ നമ്മളെ ലസ്സി, സ്ട്രോബെറി ലസ്സി. ഇത്രയും സാധനങ്ങളാണ് നമ്മളെ ഇന്നത്തെ നോമ്പുതുറൻ്റെ ഐറ്റംസ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.